ഹായ്, ഈ ഒരു കമൻറ്റ് കണ്ടിട്ടാണ് ഇന്നത്തെ നമ്മൾ ക്രാഫ്റ്റ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 സൈഡും ഇതേപോലെ 4 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഇതേപോലെ ഈ ഒരു 4 സൈഡിൽ 4 ഭാഗം 4 സെൻറ്റിമീറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കണം. എന്നിട്ട് അതിന് ഇങ്ങനെ മടക്കി കൊടുക്കണം. അതേപോലെ തന്നെ മറ്റേ സൈഡും നമ്മളാക്കിയെടുക്കണം. മറ്റേ സൈഡ് ആദ്യം ചെറിയ സൈഡ് 4 സെൻറ്റിമീറ്റർ മടക്കണം. എന്നിട്ട് അതിനെ അങ്ങോട്ടേക്ക് മടക്കണം. ഈ സൈഡ് കണ്ടപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. സോ കണ്ടോ, ഇതേപോലെ അപ്പുറത്തെ സൈഡ് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പാണ് ഓർമ്മ വന്നത് ലൈറ്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന്. പിന്നെ ടപ്പേ പോയിട്ട് ലൈറ്റ് ഇട്ടു. പിന്നെ ആദ്യം പേപ്പർ വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്നും എന്തോ ഒരു തകരാറ് പോലെ തോന്നി. പിന്നെ എന്തോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ നിങ്ങളെ ഫേവറേറ്റ് കളേഴ്സ് എടുക്കാം. ഞാൻ എൻ്റെ ഇപ്പോൾ ചെയ്ത ആളിൽ ബ്ലൂ കളറായിരുന്നു. ബട്ട് എൻ്റെ ഒരു ബ്ലൂ ഇതൊരു ഡാർക്ക് ബ്ലൂ ആയിരുന്നു. ഡാർക്ക് ബ്ലൂ എന്ന് വെച്ചാൽ ഒരു സ്കൈ ബ്ലൂ അല്ലായിരുന്നു. ആദ്യം ഇതേപോലെ ഗ്രിഡ് ലൈൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഫൈനൽ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആദ്യം വെച്ചത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. പിന്നെ ഇതേപോലത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിന് വെറും ഒരു പേപ്പർ മതി. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇത് കണ്ടോ, വരയുള്ള സ്ഥലം കണ്ടോ, ഞാനിപ്പോൾ കാണിച്ചു തരുന്നു. ആ സ്ഥലമൊക്കെ ഇതേപോലെ കീറി കൊടുക്കാം. ഇതേപോലെ കീറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഉള്ളിലേക്ക് മടക്കി കഴിഞ്ഞാൽ ഒരു പെട്ടി പോലെയാവും. ഇങ്ങനെ ഫസ്റ്റായിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഈ കമൻ്റ് ഇട്ടിട്ട് ഏഴ് ദിവസം എന്തോ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. അങ്ങനെ നമ്മളിതേപോലെ എല്ലാ സൈഡും ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൂടാവുന്ന ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇത് ഷീറ്റ് പേപ്പറിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റു പേപ്പറിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയത്തില്ല മറ്റു പേപ്പറിലാക്കാൻ പറ്റുമെന്ന്. നോക്കണം. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എൻ്റെ കയ്യിൽ ഗമ്മ് തീർന്നതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റർ എടുക്കുന്നത്. നിങ്ങൾക്ക് ഗം എടുക്കുക, അതാണ് നല്ലത്, ബെറ്റർ. പ്ലാസ്റ്റർ കുറേ കളയണം. എന്നിട്ട് ഇതേപോലെ സ്റ്റിക്കർ ഒട്ടി വെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ എടുത്തുന്ന സാധനം കൊണ്ടാണ് വെച്ചത്. ഇതേപോലെ ഒരു വലിയ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു സ്റ്റിക്കേഴ്സ് പിന്നെ പണ്ടേ കയ്യിലുള്ളത് കൊണ്ട് കുറേ ഒട്ടിച്ച് തീർക്കും. 4 സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ള സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതാണ് ഫൈനൽ ലുക്കായിട്ടുള്ളത്. ബട്ട് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ബോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ്. ഓക്കെ, ബൈ. ഇതാണ് ഞാൻ പറഞ്ഞ മാറ്റം. ഒരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. ഇതിന് വരെ നിർബന്ധമല്ല.